ചെറിയ ഉള്ളിയുടെ തോല് പൊളിക്കാനൊരു എളുപ്പമാർഗ്ഗം. എത്ര വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാം, പക്ഷേ ഈ ചെറിയ ഉള്ളി പൊളിച്ച് കിട്ടുക എന്ന് പറയുന്ന വൻ പണിയാണല്ലേ. ഈ ഒരു പൊളിക്കാനുള്ള മടി കൊണ്ട് മാത്രം ചെറിയ ഉള്ളി വാങ്ങിക്കാൻ പഠിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ സവാള ആകുമ്പോൾ വളരെ എളുപ്പമല്ലേ, പെട്ടെന്ന് തോല് പൊളിക്കുക, പെട്ടെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ കറി റെഡിയാവും. അപ്പോൾ ഇതാവുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഭയങ്കര ഗുണമൊക്കെയാണ് ഒക്കെ പറയുമെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും താല്പര്യമില്ല ചെറിയ ഉള്ളി മേടിച്ച് ഇതുമാതിരി പൊളിച്ച് കൊണ്ടിരിക്കാനുള്ള സമയമില്ല, ആർക്കും സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയതായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ചെറിയ ഉള്ളി പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാനുള്ളൊരു ടിപ്പാണ്. അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ചെറിയ ഉള്ളിയുടെ ഈ മേലത്തെ ഭാഗവും താഴത്തെ ഭാഗവും മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു കുഞ്ഞിപ്പണി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ പണിയൊന്നുമില്ല. ഇതെന്തെങ്കിലും സിനിമയൊക്കെ കാണുന്ന നേരത്തോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലാതെ എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇത് മേലെയും താഴെ ഭാഗവും മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. ബാക്കിയൊക്കെ 2 മിനിറ്റിൽ റെഡിയാവും. എത്ര കിലോ ഉള്ളി ഉണ്ടെങ്കിലും ശരി 2 മിനിറ്റിൽ നമുക്ക് തോല് പൊളിച്ചെടുക്കാം. എന്നിട്ട് തോല് പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാക്കി വയ്ക്കാം. ഇനി വേണ്ടത്, പെട്ടെന്ന് കറി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇല്ല പതിയെ കറി ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ വാട്ടറിലൊരു 2 മിനിറ്റ് കുതിരാനായിട്ട് വയ്ക്കുക. അതിനുശേഷം കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ തോലുണ്ടല്ലോ, ഈ ചെറിയ ഉള്ളിയുടെ തോല് നല്ല പുഷ്പം പോലെ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ ആവശ്യത്തിന് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത്, ഇനി വേറൊരു കാര്യം ചെയ്യാം. ഈ മേലെയും താഴെയും കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആവശ്യമുള്ള സമയത്ത് 2 മിനിറ്റ് മുമ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഇട്ടിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് 2 മിനിറ്റ് വെച്ചിട്ട് കണ്ടോ, ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്ക് തോല് ഇതുപോലെ ഇളകി വരികയും ചെയ്യും. അങ്ങനെയും ചെയ്യാം. ഇല്ലാതെ ഈ തോല് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വളരെ എളുപ്പമാണ്. തോല് എന്ത് ഈസി ആയിട്ട് വരുന്നതെന്ന് കണ്ടോ, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉള്ളിയുടെ തോല് കളയാം. ഇനി ഇത്രയും പോഷക ഗുണമുള്ള ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒന്ന്. അപ്പോൾ ഉള്ളി വെച്ചിട്ട് ഒരുപാട് മരുന്നുകൾ പോലും തയ്യാറാക്കാറുണ്ട്. നമ്മുടെ ഈ ചെറിയ ഉള്ളി വെച്ചിട്ട് മരുന്ന് പോലെ കഴിക്കാൻ പറ്റുന്ന ഈ ചെറിയ ഉള്ളി ഒരിക്കലും കളയരുത്. അതുപോലെ തന്നെ വാങ്ങിക്കാൻ മടിക്കരുത്. സവാളയെക്കാളും എന്തുകൊണ്ടും കറിയിലിടുമ്പോഴും ടേസ്റ്റ് കൂടുതൽ ഈ ചെറിയ ഉള്ളിക്ക് തന്നെയാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഉള്ളിത്തീയലായാലും ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള, അതായത് ഇതുപോലെ തോല് കളഞ്ഞിട്ടുള്ള ഉള്ളി വെച്ചിട്ടുള്ള ഉള്ളിത്തോരനായിരുന്നു. അതുപോലെ ഉള്ളിത്തോരനായാലും ഉള്ളി തീയലായിരുന്നാലും ബാക്കിയുള്ള ചേരുവകളിലായിരുന്നാലും എന്തിൽ തന്നെ ആയിരുന്നാലും ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി മുതൽ ചെറിയ ഉള്ളി തോല് കളഞ്ഞ് കഷ്ടപ്പെടാൻ വയ്യ, അതുകൊണ്ട് ഞാനിനി വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും മാറ്റി വയ്ക്കേണ്ട. ഏറ്റവും എളുപ്പമായിട്ട് തോല് കളയാൻ പറ്റുന്നതാണ് ഇത്. ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഒന്ന് വെറുതെ പ്രസ് ചെയ്താൽ മാത്രം മതി, തോല് ഇളകി വരും. അപ്പോൾ സവാളയെക്കാളും ടേസ്റ്റും സവാളയെക്കാളും ഗുണവും എന്തുകൊണ്ടും നമുക്ക് ഇഷ്ടപ്പെടുന്നതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതും ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്നതും ഒക്കെയാണ് നമ്മുടെ ചെറിയ ഉള്ളി. അപ്പോൾ തോലെല്ലാം കളഞ്ഞതേ കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുത്ത്. ഇത് ചെറിയ ചൂടുവെള്ളം ആയതുകൊണ്ടാണ് പെട്ടെന്ന് തോലിളകി വന്നത്. ഇത് പെട്ടെന്ന് കറി തയ്യാറാക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കിയെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ ഒരു 2 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലൊരു ബോട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാം. കണ്ടില്ലേ, തോലെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ തോല് വളരെ സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ചെറിയ ഉള്ളി ഒരിക്കലും ഒഴിവാക്കി നിർത്തേണ്ട ഒന്നല്ല, നമുക്ക് എപ്പോഴും വേണ്ട ഒന്നാണ്. അപ്പോൾ ഇനി ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ എത്ര കിലോ ഉള്ളി വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇന്നലത്തെ റെസിപ്പിയിൽ ഞാൻ കണ്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്, അതിന് മുമ്പ് ഈ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.